Alright. Good morning, guys. Good morning. Welcome back to another vlog. ഞാനൊരു ലോങ് ഫോർമാറ്റ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി. സോ ഐ തോട്ട് ടു ഗീവ് an update. ഓക്കെ, സോ കുറച്ച് അപ്ഡേറ്റ്സ് തരാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് ഡയറക്ട്ലി ഇൻ ടു ഇറ്റ്. എൻ്റെ ഡയറ്റിംഗ് ഫേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വർക്കൗട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഞാൻ എപ്പോഴും വരുത്താറില്ല. സെയിം ഫുഡ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം വർക്കൗട്ട്, ലൈക്ക് മോസ്റ്റ്ലി സെയിം വർക്കൗട്ട് റൂട്ടീൻ തന്നെ ആയിരിക്കും. അതിൽ ചെറിയ രീതിയിൽ ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് വരുത്തുക, അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഓവർലോഡിലോ അല്ലെങ്കിൽ വോളിയത്തിലോ ഡിഫറൻസ് വരുത്തുകയുള്ളൂ. സോ ബേസിക്കലി ദാറ്റ് ഈസ് സെറ്റ് ടു ദ ബോഡി ബിൽഡിംഗ് ലെവൽ, അതായത് ഹൈപ്പർട്രോഫി ലെവലിന് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതാണ്. രണ്ടും ന്യൂട്രീഷനും അതുപോലെ തന്നെ വർക്കൗട്ടും. അതല്ലാതെ ഞാനിപ്പോൾ എൻ്റെ ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ജോബ് ഞാനിപ്പോൾ ചെയ്യാറില്ല. ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ മാത്രമേ ജിമ്മിൽ പോകുള്ളൂ. വേറെ കുറച്ച് സംതിങ് കെയിം അപ്പ്, സോ അതിൻ്റെ പുറകെയാണ് ഇപ്പോൾ. പിന്നെ എനിക്ക് സംസാരിക്കാനുള്ള ഫേസസിനെ കുറിച്ചാണ്. സോ ഞാൻ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് മെയിൻ്റനൻസ് ഫേസിലാണ് പോയിക്കൊണ്ടിരുന്നത്. ബൾക്കിങ്ങിലായിരുന്നു, പിന്നെ മെയിൻ്റനൻസ് ഫേസ്. സോ അത് ആ ഒരു രീതിയിൽ എനിക്ക് ചെറിയ രീതിയിൽ അനാവശ്യമായിട്ടുള്ള ബോഡി ഫാറ്റ് ഞാൻ എടുത്ത് കളയാറുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ഇനിയിപ്പോൾ ഒരു ആഴ്ചയും കൂടെ ചെറിയൊരു സർപ്ലസിൽ തുടങ്ങിയിട്ട് അതായത് ചെറിയ രീതിയിൽ നമ്മുടെ ഫാറ്റിൻ്റെ ഇൻടേക്ക് കുറച്ച് കൂട്ടി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മേ ബി ഒരു 1-2 വീക്സ് ലേറ്റർ ഒരു കട്ടിങ് ഫേസിലോട്ട് പോകുന്നതായിരിക്കും. അതായത് കാലറി ഡെഫിസിറ്റ്, ഇറ്റ് ഈസ് ദാറ്റ് ടൈം ഓഫ് ദി ഇയർ. സോ കട്ട് ചെയ്യാൻ പോകുമായിരിക്കും. സോ ബേസിക്കലി മേ ബി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് ചാലഞ്ചോ അല്ലെങ്കിൽ ഡെയിലി വ്ളോഗ്സ് ഇടുന്നതായിരിക്കും. സോ കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടായിരുന്നു. സോ ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതിൻ്റെ ആൻസർ ഞാൻ ഈ വീഡിയോയിനകത്ത് ലൈക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ. പിന്നെ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഐ തോട്ട് നെക്സ്റ്റ് വീഡിയോയിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് Q&A സെഷൻ തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു. ലൈക്ക് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് മിക്കതും, ബട്ട് ചില എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയും. അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട്. ബേസിക്കലി അധികം അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല. ബട്ട് ടുഡേ ഈസ് എ ചെസ്റ്റ് വർക്കൗട്ട്. സോ ഇന്ന് ചെസ്റ്റ് വർക്കൗട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അത് ഉറപ്പായിട്ടും കാണുക. ഓക്കെ, ഞാൻ പുഷ് ഡേയിൽ മെയിനായിട്ട് ചെയ്ത ഒരു ടോപ്പ് 3 മൂവ്മെൻറ്റ്സ് ആണ് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പോണേ. മെയിൻ മൂവ്മെൻറ്റ് ഇന്ന് ചെസ്റ്റിന് ഞാൻ ഇൻക്ലൈൻ ഫോക്കസ് ചെയ്തുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. സോ ഇൻക്ലൈൻ മെഷീൻ പ്രസ്. സോ ഇതിലെനിക്ക് കുറച്ച് ടിപ്സ് തരാൻ പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഒരു മെഷീൻ പ്രസ് ആയാലും നമ്മുടെ ചെസ്റ്റ് ഫ്ലൈസ് ആണെങ്കിലും നമ്മൾ ചെസ്റ്റ് അപ്പ് ചെയ്ത് അതുപോലെ തന്നെ ഷോൾഡർ ടക്കിൻ ചെയ്ത് എൽബോ വെച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുക ചെയ്തത്. സോ ബേസിക്കലി ഫോക്കസ് പോകുന്നത് നമ്മുടെ അപ്പർ ആമാണ്. അപ്പർ ആം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമ്മുടെ എൽബോ തൊട്ട് വരെയുള്ള പാർട്ടിനാണ് അപ്പർ ആം എന്ന് പറയുന്നത്. സോ ആ അപ്പർ ആം വെച്ച് പുഷ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യുക. മാക്സിമം അത് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കോൺട്രാക്ഷൻ കിട്ടുന്നത്. അല്ലെങ്കിൽ വേറൊരു ടെക്നിക്ക് എന്ന് വെച്ചാൽ, നമ്മുടെ എൽബോസ് നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് എൽബോസിനെ കുറച്ച് അടുത്ത് കൊണ്ടുവരുന്നത്, അതായത് നമ്മൾ എൽബോസിനെ ക്ലോസ് ആയിട്ട് കൊണ്ടുവരുന്ന കണക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോൺട്രാക്ഷൻ കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നും. സോ അതാണ് ലൈക്ക് ഒരു ടിപ്പായിട്ട് ഞാൻ പറയുന്നത്. അപ്പർ ആം ഫോക്കസ് ചെയ്യുക, അതുപോലെ തന്നെ എൽബോസ് അടുത്തോട്ട് കൊണ്ടുവരുന്ന പോലെ ലൈക്ക് ഫോക്കസ് ചെയ്യുക. ഷോൾഡറിൻ്റെ മെയിൻ മൂവ്മെൻറ്റ് ലാറ്ററൽ റേസ് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ലാറ്ററൽ റേസ് ഞാൻ 2 വർക്കൗട്ട് ചെയ്തായിരുന്നു, കേബിളിലും ചെയ്തായിരുന്നു. സോ ലാറ്ററൽ റേസിൽ ഞാൻ ഓൾട്ടർനേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. ലൈക്ക് ഇന്ന് എനിക്ക് ടോപ്പ് ലോഡാണ്, അതായത് ഹെവി ലോഡാണ് ചെയ്തത്. ചിലപ്പോൾ മാത്രം, അതായത് എനിക്ക് ഫെറ്റീക്ക് കൂടുതലുള്ളപ്പോൾ മാത്രം ചെറിയ രീതിയിൽ ഫോം സ്ട്രിക്റ്റ് ചെയ്ത് ലോഡ് കുറച്ച് ചെയ്യും. ബട്ട് ബേസിക്കലി ഞാൻ പ്രോഗ്രസീവ് ഓവർലോഡ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ട്രൈസെപ്സിൻ്റെ മെയിൻ മൂവ്മെൻറ്റ് ഞാനിത് ടോപ്പ് സെറ്റാണ് ഷൂട്ട് ചെയ്തത്. സോ ബേസിക്കലി സിംഗിൾ ഹാൻഡ് പുഷ് ഡൗൺ ആണ് ചെയ്യുന്നത്. സോ ഇന്നൊരു PR ആയിരുന്നു, ചെറിയ രീതിയിലൊരു PR ആയിരുന്നു എൻ്റെ ലൈക്ക് ട്രൈസെപ്പ് പുഷ് ഡൗണിൽ. ഇതാണ് എൻ്റെ 3 മെയിൻ മൂവ്മെൻറ്റ്സ് ആയിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞത്. ചെസ്റ്റിനൊരു ഇൻക്ലൈൻ കേബിൾ പ്രസ്സും കൂടെ ചെയ്തായിരുന്നു, പക്ഷേ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ ഇതാണ് ബേസിക്കലി എൻ്റെ ഒരു പുഷ് വർക്കൗട്ടിൻ്റെ സ്ട്രക്ചറിങ്. 2 ചെസ്റ്റ് വർക്കൗട്ട്, ചിലപ്പോൾ 1-2 അല്ലെങ്കിൽ ഷോൾഡർ വർക്കൗട്ട്, പിന്നെ ഒരു ട്രൈസിൻ്റെ വർക്കൗട്ട്. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് പറയാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.